Hi dears, welcome back to our channel. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു കിച്ചൺ മേക്ക് ഓവർ വീഡിയോ ആയിട്ടാണ്. എൻ്റെ അടുക്കള ചെറിയൊരു രീതിയിൽ ഞാൻ മേക്ക് ഓവർ ചെയ്തെടുത്തതാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ഫാമിലിയിൽ പുതുതായിട്ട് വന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇതാണ് കേട്ടോ എൻ്റെ അടുക്കള. അടുക്കളയുടെ മൊത്തത്തിലുള്ള രൂപം ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ താമസിക്കുന്നത് റെന്റഡ് അപ്പാർട്ട്മെന്റിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു പരിമിതിക്കുള്ളിൽ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു എൻ്റെ ഒരു കിച്ചൺ മേക്ക് ഓവർ ചെയ്തെടുത്തത് കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ 2-3 ദിവസം കൊണ്ട് എടുത്തതാണ് കേട്ടോ, ഒരു ദിവസം കൊണ്ട് എടുത്തതല്ല. കാരണം ചെറിയ മോളുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഒരു കിച്ചൺ മേക്ക് ഓവർ ചെയ്തെടുക്കുക എന്നുള്ളത് ഇച്ചിരി പാടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ ഇതാണ് എൻ്റെ കിച്ചണിലെ മൊത്തത്തിലുള്ള രൂപം. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് മെയിൻ പൈപ്പ് വരുന്നുണ്ട്. ആ ഒരു പൈപ്പ് അത്യാവശ്യം വൃത്തികേടായി കിടക്കുമായിരുന്നു. അപ്പൊ ഞാൻ കരുതി ആദ്യം അതൊന്ന് ക്ലീൻ ചെയ്ത് തുടങ്ങാന്ന്. പിന്നെ ഇതിൽ അത്യാവശ്യം നന്നായിട്ട് ബ്ലാക്ക് കളർ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഞാൻ ഉരച്ചു കൊടുക്കുകയാണ്. പരമാവധി പോവാണെങ്കിൽ പോയിക്കോട്ടെ എന്ന് കരുതിയിട്ട്. അങ്ങനെ ഇത് കുറേ നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ ചെറിയൊരു റാക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ഡെക്കറേറ്റീവ് ഐറ്റം ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ആദ്യം എടുത്ത് മാറ്റാമെന്ന് കരുതി. ഇനി ഈ ഒരു കിച്ചണിന്റെ മുക്കാൽ ഭാഗത്തുള്ളതാണ് കേട്ടോ ടൈലുള്ളത്. ഈ ഒരു ടൈലിന്റെ അവസാന ഭാഗത്തായിട്ട് ഒരു ബ്ലാക്ക് കളർ ടൈല് ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അത്യാവശ്യം തന്നെ വൃത്തികേടായിട്ടുണ്ട്. പിന്നെ കാണാനും അത്ര വലിയ ഭംഗിയില്ല. അപ്പോൾ ഞാൻ കരുതി ഈ ഒരു വാളിലായിട്ട് വാൾപേപ്പർ ഒട്ടിക്കാന്ന്. അതിനായിട്ട് ഞാൻ ഈ ഒരു ഷെൽഫ് അഴിച്ചു മാറ്റിയാണ്. പിന്നെ ഈ ഒരു ടൈം നോവയൊക്കെ വന്നിട്ട് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അവളെയൊക്കെ സമാധാനിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ ആ ഒരു സ്ക്രൂ ഒക്കെ ഇളക്കി എടുക്കാനായിട്ട് ഭയങ്കരമായിട്ട് പാടുണ്ടായിരുന്നു കേട്ടോ. അത് നല്ല ടൈറ്റിലായിരുന്നു ഏട്ടൻ പിടിപ്പിച്ചേക്കുന്നത്. പിന്നെ ഒന്നാമത് ടൂളും എൻ്റെ കയ്യിലില്ലായിരുന്നു. ഈ ഒരു ടൈം ഏട്ടൻ വീട്ടിലില്ലായിരുന്നു കേട്ടോ, ഏട്ടൻ ജോലിക്ക് പോയേക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഹെൽപ്പിങ്ങിന് ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇതാ ഒടുവിൽ റാക്കൊക്കെ അഴിച്ചു മാറ്റിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു 3D വാൾപേപ്പർ ആണ് കേട്ടോ ഞാൻ ഒട്ടിക്കാന്ന് കരുതുന്നത്. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയതാണ്. ഞാൻ മുന്നേ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊന്ന് ഇളകിയൊക്കെ വരുന്നുണ്ട്. പിന്നെ സാധാരണ വാൾപേപ്പറിനെ അപേക്ഷിച്ച് ഈ ഒരു 3D വാൾപേപ്പർ ഭയങ്കര എളുപ്പമായിരുന്നു കേട്ടോ ഒട്ടിക്കാനായിട്ട്. ചെറിയ ചെറിയ പീസാണല്ലോ, അതുകൊണ്ട് തന്നെ ഭയങ്കര എളുപ്പമായിരുന്നു ഒട്ടിക്കാനായിട്ട്. പിന്നെ ഇത് ഈ ഒരു സൈഡ് കൂടി ഒട്ടിക്കാനുണ്ടായിരുന്നു. ഇത് ഞാൻ വേറൊരു ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പൊ ഞാനൊരു തുണി വെച്ചിട്ട് ഈ ഒരു ഭാഗം നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ്. പിന്നെ ഈ ഒരു ഷീറ്റ് ഒട്ടിക്കുമ്പോഴൊക്കെ നല്ല കമ്പൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 1-2 ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും അതിന്റെ സൈഡൊക്കെ ചെറുതായിട്ട് ഇളകി പോരുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ വാൾപേപ്പറിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഈ സ്റ്റൗ വെക്കുന്ന ഭാഗത്ത് ഞാൻ ഒട്ടിച്ചില്ല കേട്ടോ. പിന്നെ ഈ ഒരു വാൾപേപ്പറിന്റെ ചെറുതായിട്ട് സൈഡിൽ നിന്നൊക്കെ ഇളകിപ്പോരുന്നത് കണ്ടപ്പോൾ പിന്നെ എനിക്ക് അവിടെ ഒട്ടിക്കാൻ തോന്നിയില്ല. പ്രത്യേകിച്ച് ചൂടൊക്കെ തട്ടുന്നതല്ലേ, പെട്ടെന്ന് ഇളകി പോരും. പിന്നെ ഒട്ടിച്ചിട്ട് എന്തിനാ വെറുതെ വൃത്തികേടാക്കുന്നതെന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ ഒട്ടിച്ചില്ല. പിന്നെ ഈ ഒരു വിൻഡോന്റെ 2 സൈഡിലായിട്ട് ഓരോ വാൾ ഷെൽഫും കൂടി കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ മീഷോന്നാണോ ആമസോണിന്നാണോ എന്ന് വാങ്ങിയെന്ന് എനിക്ക് ഓർക്കുന്നില്ല. ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ, ഞാൻ ലിങ്ക് ഞാൻ കിട്ടുകയാണെങ്കിൽ ലിങ്ക് കൊടുത്തേക്കാം. അങ്ങനെ വാൾപേപ്പറൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞു. പിന്നെ ഞാൻ കിച്ചണിൽ വേറെ പരിപാടികളൊന്നും ചെയ്തില്ല. പിന്നെ ഇത് പിന്നൊരു ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു പൈപ്പ് വൃത്തികേടായി തുടങ്ങിയത് കൊണ്ട് തന്നെ ഞാനത് ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് വെച്ചിട്ട്, ആർട്ടിഫിഷ്യൽ ഒരു വള്ളി പോലെ സാധനമാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊന്ന് കവർ ചെയ്തെടുക്കുകയാണ്. പിന്നെ അതിന് തൊട്ടടുത്തുള്ള റാക്കിൽ കുറച്ച് ഡെക്കറേറ്റീവ് ഐറ്റം ഒക്കെ വെക്കാമെന്ന് കരുതി. പിന്നെ ഈ ഒരു സംഭവം ഞാൻ ലുലുന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. കണ്ട ഉടനെ എനിക്ക് ഇഷ്ടമായിട്ട് എടുത്തതാണ്. പിന്നെ ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു 3-4 സെറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി ഞാൻ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലുള്ള ഒരു ക്ലീൻ ബോട്ടിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്.
കണ്ടില്ലേ, ഗ്രീൻ ബോട്ടിൽ ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പൊ ഇതുകൂടി നമുക്ക് ആ ഒരു റാക്കിലോട്ട് വെച്ചു കൊടുക്കാം. പിന്നെ ആ ഒരു വിൻഡോന്റെ തൊട്ട് മുകളിലുള്ള റാക്കിലും ഇതുപോലെ ഡെക്കോർ പീസ് തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു മുട്ടത്തോടിൻ്റെയൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരെ കയറി കണ്ടു നോക്കുക കേട്ടോ. ഞാൻ വേണമെങ്കിൽ ടാഗ് ചെയ്തിട്ടേക്കാം. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള റാക്കിൽ ഇതുപോലുള്ള ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് കൊടുക്കുന്നത്. ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് ഞാൻ തെമൂന്ന് വാങ്ങിയതാണ്. പിന്നെ ഇത് പിസ്സയുടെ തോട് വെച്ചിട്ടുണ്ടാക്കിയതാണ്. ഇതും നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗ്രാഫ്റ്റ് ഒക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ കയറി കണ്ടു നോക്കുക കേട്ടോ. പിന്നെ ആ ഒരു ഭാഗം ഒന്നുകൂടി ഭംഗിയാക്കാനായിട്ട് ഞാൻ ഇതുകൂടി ഹാങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കൗണ്ടർ ടോപ്പിൽ വെക്കാനായിട്ട് ഇതുപോലുള്ള റാക്ക് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇതുപോലെയാണ് കേട്ടോ പാക്ക് ചെയ്ത് വരിക. ഇതുപോലുള്ള 2 ബോക്സും പിന്നെ 2 ലെഗും പിന്നെ ഇത് ജോയിൻ ചെയ്യാനുള്ള സ്ക്രൂ ആണ് വരിക കേട്ടോ. ഇതുപോലെ അതിൽ തന്നെ നെറ്റ് ബോൾട്ട് ഇട്ടിട്ട് ഒന്ന് ടൈറ്റ് ആക്കി കൊടുത്താൽ മതി. പെട്ടെന്ന് ഫിക്സ് ചെയ്യാം കേട്ടോ, എളുപ്പമാണ്. അങ്ങനെ ഇത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഉണ്ടാവുക. പിന്നെ ഈ ഒരു റാക്കിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് ഡെക്കോർ പീസ് ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ആമസോണിൽ വാങ്ങിയതാണ് കേട്ടോ. ഇതിന്റെ ഒരു 3 സെറ്റ് ആയിരുന്നു. പിന്നെ ഇത് അത്യാവശ്യം റേറ്റ് ഉള്ളൊരു ഡെക്കോർ പീസ് തന്നെയാണ് കേട്ടോ. എനിക്കൊന്ന് 1000 സംതിങ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഐക്യന്ന് വാങ്ങിയത് കേട്ടോ. ഇതിന് 3 സെറ്റ് ഉണ്ടായിരുന്നു. അതിൽ 2 സെറ്റ് ഞാൻ പല സ്ഥലങ്ങളിലായിട്ട് വെച്ചിട്ടാണുള്ളത്. അപ്പോൾ ഇത് മാത്രമേ ഫ്രീ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ കരുതി ഇത് ഇവിടെ വെക്കാമെന്ന്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 2 വരണ്ടി കൂടി വെക്കുന്നുണ്ട്. ഇത് ഞാൻ ഉത്സവത്തിൽ നിന്ന് ചന്തയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഉത്സവ ചന്തയിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഭംഗി കണ്ടിട്ട് വാങ്ങിയതാണ്. പിന്നെ ആ ഒരു കൗണ്ടർ ടോപ്പിൽ തന്നെ അവസാനമായിട്ട് ഈ ഒരു സ്പൈസ് ബോക്സ് കൂടി വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ഈ ഒരു സംഭവം കൂടി ഞാൻ റാക്കിന്റെ തൊട്ട് താഴെയായിട്ട് ഹാങ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഇനി പിന്നെ ഇതും കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഞാനത് അതുകൂടി തൂക്കി കൊടുക്കുകയാണ്. പിന്നെ രാത്രി ഏട്ടൻ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഫൈനൽ ലുക്ക് ഇതാണ്. അങ്ങനെ ഇതാ കിച്ചണൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ലൈറ്റൊക്കെ വന്നപ്പോൾ ഭയങ്കര സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു കാണാനായിട്ട്. എനിക്ക് എന്തായാലും ഇഷ്ടമായി കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്, കൊള്ളാവുന്നൊക്കെ നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയാൽ കൂടുതൽ ഒന്നുകൂടി നന്നാവുന്നുണ്ടെങ്കിൽ അതുകൂടി അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കിച്ചൺ മേക്ക് ഓവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.